കറക്റ്റ് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. നമ്മൾ വലിക്കുക ഇതാക്കുക ചെയ്യാണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബൊക്കറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ വൃത്തി വരിക റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുമ്പോഴാണ്. വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് റബ്ബർ ബാൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ബാക്ക് സൈഡിലുള്ള കവറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, സൈഡ്സ് കറക്റ്റാക്കി കൊടുക്കുക. സൈഡിൽ വെച്ചിട്ടുള്ള 2 ഷീറ്റ്സ് കറക്റ്റ് സൈഡിൻ്റെ പൊസിഷനിലല്ലേ ഇരിക്കുന്നതെന്ന് അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 2 സൈഡ്സും സൈഡ്സ് അല്ല ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിലുള്ള ചെറിയ പീസ് ഇങ്ങനെ കുറച്ച് ഭാഗം ബാക്കിലോട്ടും കുറച്ച് ഭാഗം ഫ്രണ്ടിലോട്ടും ആയിട്ട് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ മെത്തേഡ് തന്നെയാണ് മറ്റേ സൈഡിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ ഇതിൽ ഞാൻ 7 പീസസ് ഓഫ് ഷീറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു പീസ് ഞാൻ വേറൊരു ബുക്ക് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഇതുപോലെ ഫോൾഡ് ചെയ്യാണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു സൈഡിൽ ഷീറ്റ് വെച്ചിട്ട് അതിനെ റബ്ബർ ബാൻഡ് കൊണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് മറ്റേ സൈഡിൽ ഷീറ്റ് വെച്ചിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ എത്ര ഷീറ്റ് എടുക്കുന്നോ അത്രയും നമ്മളെടുത്ത ഷീറ്റ്സിൻ്റെ അതേ സെയിം എണ്ണത്തിൽ തന്നെ വേണം റബ്ബർ ബാൻഡ് എടുക്കാൻ. കാരണം ഓരോ ഷീറ്റ്സിനും ഓരോ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നിൽ തന്നെ എല്ലാതും ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം അത് വെലിഞ്ഞ് പൊട്ടാനും ഒക്കെ നാശാവാനും എല്ലാത്തിനും നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 1 by 1 ആയിട്ട് ഓരോ ഷീറ്റിനും ഓരോ റബ്ബർ ബാൻഡ് എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് ടൈമിൽ നമ്മൾ റിബൺ വെച്ചിട്ട് ഈ റബ്ബർ ബാൻഡ് നമ്മൾ കവർ ചെയ്യും. അതുകൊണ്ട് ഒരേ പൊസിഷനിൽ തന്നെ റബ്ബർ ബാൻഡ് ഇടുക. ഒന്ന് ഒരു സ്ഥലത്തും ഒന്ന് വേറെ സ്ഥലത്തും ആക്കിയിട്ട് ഇടാണ്ട് എല്ലാം സെയിം സ്ഥലത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സൈഡ്സും ഫ്രണ്ടും ബാക്കും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷീറ്റും കൂടിയാണ് വേണ്ടത്. അതിങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നെറി പോലെ ആക്കിയിട്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ നെറി പോലത്തത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്യാം. നെറി നല്ല പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ നെറി അത് ഫ്രണ്ടിലത്തത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ നെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടോ അങ്ങനെ വെക്കാം. നെറിഞ്ഞിട്ടാണെങ്കിൽ ഒന്നുകൂടെ രസമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബൊക്കറ്റ് ഷീറ്റെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റബ്ബർ ബാൻഡ് കാണാത്ത രീതിയിൽ നമ്മൾ റിബൺ കെട്ടി കൊടുക്കുകയാണ്. റിബൺ നോർമലി ഒരു ബോ പോലെ ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ബൊക്കറ്റ് ചെയ്യാൻ. വളരെ എളുപ്പമാണ്. നമുക്ക് തന്നെ എളുപ്പത്തിൽ ചെറിയ എക്സ്പെൻസോട് കൂടിയിട്ട് അടിപൊളി സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളും ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഔട്ട്ലുക്ക് കണ്ടാലോ? അടിപൊളി ഔട്ട്ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.